ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ദയവ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ 2 വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ സെല്ലിംഗ് ആൻ അൽമിറ ഫോർ ₹2576 a person got a profit of 12%. Had it been bought for ₹100 less, the profit percentage would have been. ഓക്കെ, എന്താണ് ഒരു അൽമിര സെല്ല് ചെയ്യാണ് എത്ര രൂപയ്ക്ക്? 2576 രൂപയ്ക്ക് അല്ലേ. 2576 റുപ്പീസിന് അൽമിര വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പേഴ്സണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത്? പ്രോഫിറ്റ് ആണ് അല്ലേ. പ്രോഫിറ്റ് ഓഫ് 12% കിട്ടുകയാണ്. ഇനി മറ്റൊരു കണ്ടീഷൻ വെക്കാണ്, ഹാഡ് ഇറ്റ് ബീൻ ബോട്ട് ഫോർ ₹100 ലെസ്. അതായത് കോസ്റ്റ് പ്രൈസ് 100 രൂപ കുറവായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രോഫിറ്റ് 12% ആണെങ്കിൽ സി പി നമ്മളെപ്പോഴും 100% ആയിട്ട് എടുക്കുന്നത് അല്ലേ. സി പി നമ്മൾ 100% എടുത്താൽ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് 112%. കാരണം എന്താണ്? പ്രോഫിറ്റ് നമുക്ക് 12% എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പ്രോഫിറ്റ് 12% ആണ്. സോ എസ് പി 112% ആണ്. ആ 112% ആണ് എന്ത്? 2576. അതാണ് സെല്ലിംഗ് പ്രൈസ്, ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ 100% കണ്ടുപിടിച്ചാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ 112% 2576. അപ്പോൾ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 2576 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 100. ഓക്കെ, 4 വെച്ച് കെട്ടിയാലോ? 2 8. ഇത് 6 17 4 644. ഇനി 7 വെച്ച് കെട്ടിയാൽ 7 4s are 28, 7 9 63, റിമൈൻഡർ 1 2 92. 4 ഇൻറ്റു 23 ആണ് 92. അപ്പോൾ 23 ഇൻറ്റു 100 എത്ര കിട്ടി? 2300 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്ര കിട്ടി? 2300. ഓക്കെ ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് 100 രൂപ കുറവായിരുന്നെങ്കിൽ എത്രയായിരുന്നു പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ ന്യൂ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് 100 കുറയ്ക്കുക. ന്യൂ കോസ്റ്റ് പ്രൈസ് എന്തായി? 2200. സെല്ലിംഗ് പ്രൈസ് മാറ്റമില്ല, എന്താണ്? 2576. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? എസ് പി മൈനസ് സി പി ചെയ്യുക അല്ലേ. എത്ര കിട്ടും? 376. അതായത് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. 2576 മൈനസ് 2200, എസ് പി മൈനസ് സി പി ഡിവൈഡഡ് ബൈ സി പി എത്രയാണ്? 2200 ഇൻറ്റു 100. ഓക്കെ, 2 0 കട്ട് ചെയ്തു. 2 വെച്ച് കട്ടിയാലോ 11. എത്ര കിട്ടും? 188. അപ്പോൾ 188 ബൈ 11%. 188 ബൈ 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 1/11%. ഓക്കെ, 17 1/11%. അതായത് 188 ഡിവൈഡഡ് ബൈ 11 ചെയ്യുക. 1 11 78 7 77 റിമൈൻഡർ 1 17 1/11%. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ടൈപ്പാണ്. അതായത് ഇനി ഇങ്ങനെ ചോദിക്കാം, വെൻ 2 articles are sold for ₹P, there is a loss of X% on first and profit of X% on the other. അതായത് നമ്മുടെ കയ്യിൽ 2 ആർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഇനി നമ്മൾ ആ രണ്ടും ഒരേ തുകയ്ക്കാണ് വിൽക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസിന് മാറ്റമൊന്നുമില്ല, സെയിം ആണ്. അപ്പോൾ ഒരെണ്ണം, അപ്പോൾ കോസ്റ്റ് പ്രൈസ് വ്യത്യാസമുണ്ട്, അത് കൺസിഡർ ചെയ്യുക. ഇനി ഒരെണ്ണം വിൽക്കുമ്പോൾ ഇത്ര ശതമാനം പ്രോഫിറ്റും, മറ്റേ സാധനം അതായത് മറ്റേത് വിൽക്കുമ്പോൾ ഇത്ര ശതമാനം ലോസ്. ആ ശതമാനം എപ്പോഴും സെയിം ആണ്. അതായത് സെയിം സെല്ലിംഗ് പ്രൈസിനാണ് വിൽക്കുന്നത്, സെയിം പെർസെൻറ്റേജ് ലോസും സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റും. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ 2 ആർട്ടിക്കിൾ ഉണ്ട്. 2 ആർട്ടിക്കിളിൻ്റെയും കോസ്റ്റ് പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും. സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ ഇനി ഒരു ആർട്ടിക്കിളിന് X% ലോസും
മറ്റേ ആർട്ടിക്കിൾ X% പ്രോഫിറ്റുമാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും. നിങ്ങളിത് പഠിച്ചു നോക്കുക കേട്ടോ. ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും. ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X²/100 ആയിരിക്കും. ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X²/100 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ മാൻ സെൽസ് 2 ചെയർ അറ്റ് ₹120 ഈച്ച് and by doing so gains 25% on one chair and losses 25% on the other. His loss on the whole is. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു മാൻ്റെ കയ്യിൽ 2 ചെയർ ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. എത്രയാണ്? 120 രൂപ. അപ്പോൾ ഒരു ചെയറിന് പ്രോഫിറ്റ് കിട്ടുന്നു. എത്രയാണ്? 25%. മറ്റേ ചെയറിന് ലോസ് കിട്ടുന്നു. എത്രയാണ്? 25%. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ കണ്ടീഷൻ എന്താ? ഒരേ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കണം, ലോസ് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിസ് ലോസ് ഓൺ ദി ഹോൾ എന്ന് ഇവിടെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോസ് ഓർ പ്രോഫിറ്റ് ആണ് ചോദിച്ചതെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എന്തായാലും ലോസ് ആയിരിക്കും. അപ്പോൾ ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? X²/100 ആണ്. ഇവിടെ X എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%. ഓക്കെ, അപ്പോൾ 25² 25² എന്ന് പറഞ്ഞാൽ 625 ആണ്. 625/100 എന്ന് പറഞ്ഞാൽ 6.25%. ഓക്കെ, 6.25%. ഇത് ശതമാനമാണ്. ഇനി പൈസയാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഫോർമുല ഒന്നും ഇല്ലാണ്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ കേസിൽ ഞാനിവിടെ CP SP എന്ന് എഴുതാണ്. ഓക്കെ, ആദ്യത്തെ കേസ് എന്താണ്? ആദ്യത്തെ കേസ് ഗെയിൻ ആണ്. ഗെയിൻ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ്. അപ്പോൾ നമ്മൾ റേഷ്യോ മെത്തേഡൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ എത്രയാണ്? 1/4 ആണ്. അപ്പോൾ ഈ 1 എന്താണ്? പ്രോഫിറ്റ്. ഈ 4 എന്താണ്? CP. അപ്പോൾ SP എത്രയായി? പ്രോഫിറ്റ് പ്ലസ് CP ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ആ റേഷ്യോ വാല്യൂ എടുത്ത് എഴുതുക. CPയുടെ വാല്യൂ 4, SPയുടെ വാല്യൂ 5. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ലോസ് പെർസെൻറ്റേജ് ആണ്. ലോസ് പെർസെൻറ്റേജും 25% ആണ്. ഫ്രാക്ഷൻ 1/4 ആണ്. 1 എന്താണ്? ലോസ് ആണ്. 4 എന്താണ്? CP ആണ്. അപ്പോൾ SP എന്തായി? SP എന്ന് പറഞ്ഞാൽ ലോസ് ആണെങ്കിൽ CPനെക്കാട്ടും താഴെ ആയിരിക്കും. CP മൈനസ് ലോസ് ചെയ്യുക, എന്ത് കിട്ടി? 3. അപ്പോൾ SPയുടെ റേഷ്യോ 3. അപ്പോൾ അത് എഴുതുക. CP 4, SP 3. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്, 120 രൂപ രണ്ടിനും. ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്, അതുകൊണ്ട് ഇവിടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക. അപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. 5 3 15 ആണ് LCM. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 15 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക അല്ലേ? ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. ഇവിടെയോ 5 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായി? CP എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 12, രണ്ടാമത്തെ കേസിൽ 20. ഇവിടെ SP ആദ്യത്തെ കേസിൽ 15, രണ്ടാമത്തെ കേസിൽ 15. ഓക്കെ, അപ്പോൾ നോക്കിയേ. അപ്പോൾ ടോട്ടൽ SP എടുക്കുക. ടോട്ടൽ SP 30, ടോട്ടൽ CP 12 + 20 32. കണ്ടോ? അപ്പോൾ ടോട്ടൽ CP എന്ന് പറയുന്നത് 32, ടോട്ടൽ SP എന്ന് പറയുന്നത് 30. അപ്പോൾ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ട്രാൻസാക്ഷൻ എന്തായി? ലോസായി. CPനെക്കാട്ടും ചെറുതായി SP. ഇനി ശതമാനം കണ്ടുപിടിക്കുക. ലോസ് ഈസ് ഈക്വൽ ടു CP മൈനസ് SP അല്ലേ? ഈ ഡിഫറൻസ് എടുക്കുക. ലോസ് ഇവിടെ എത്രയാണ്? 2. CP ഇവിടെ എത്രയാണ്? 32. സോ 2/32 × 100 1/16 എന്ന് കിട്ടും. 1/16 × 100 6.25% ആണ്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസോ അല്ലെങ്കിൽ ഒരേ ഗെയിനോ ഒരേ ലോസോ ആവാതിരിക്കുമ്പോഴാണ് ഈ മെത്തേഡ് കുറച്ചും കൂടി ബെനിഫിറ്റ്. അല്ലാത്ത പക്ഷം നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. X² 100 ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ഇനി
ഇവിടെ ശതമാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര വാല്യൂ ആണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അതായത് ലോസ് എത്ര രൂപയാണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നമ്മുടെ കയ്യിൽ വേറെ ഏതൊക്കെ ഡാറ്റ ഉള്ളത്? 25% ഉണ്ട്, പിന്നെ എന്താണ്, ഒരു 120 ഉണ്ട് അല്ലേ. അതായത് ഓരോ ചെയറിനും സെല്ലിംഗ് പ്രൈസ് 120 രൂപയാണ്. ഓരോ ചെയർ, ഒരു ചെയറിന് 120 രൂപയാണ്. അപ്പോൾ 2 ചെയറിന് എത്രയായി? 120 × 2 240 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ നോക്കുക. ഇവിടെ എത്രയാണ്? 30. അതായത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 30 ആണ് അല്ലേ. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 30 ആണ്. 2 ചെയറിൻ്റെയും സെല്ലിംഗ് പ്രൈസ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന 2 ചെയറിൻ്റെയും സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 120 ഈച്ച് ആണ്. സോ 120 × 2. അപ്പോൾ 30ൻ്റെ വാല്യൂ ആണ് 120 × 2. ഇനി നമുക്ക് ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോസിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 2. അപ്പോൾ നമുക്ക് 2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ 15 കൊണ്ട് ഹരിക്കുക അല്ലേ, അല്ലെങ്കിൽ 1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 120 × 2 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ 1ൻ്റെ വാല്യൂ കിട്ടി. ഇനി × 2 ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 × 15 ആണ് 30, 15 × 8 ആണ് 120, 8 × 2 16. അപ്പോൾ ₹16 ആണ് ഇവിടെ ലോസ് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡീലർ സോൾഡ് 2 types of goods for 1000 each. One of them he lost 20% and on the other he gained 20%. His gain or loss percentage. അപ്പോൾ ഇവിടെ ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് പെർസെൻറ്റേജ് എന്താണ്? ഇവിടെ നമ്മുടെ കണ്ടീഷനെല്ലാം സെയിം ആണല്ലോ. SP സെയിം ആണ്, ഒരേ പ്രോഫിറ്റും ഒരേ ലോസും ആണ്. അപ്പോൾ x² / 100 ആണ് ആൻസർ. 20² / 100, 20² 400 ആണ്. സോ 400/100 4% ആണ് കറക്റ്റ് ആൻസർ. 4% ലോസ്. ഓക്കെ, ഇനി എമൗണ്ട് ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇനി ഞാൻ ഡയറക്റ്റ് ചെയ്താണ് CP SP. നിങ്ങൾ റേഷ്യോ നിങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. 20% എന്ന് പറയുമ്പോൾ 1/5. ഇപ്പോൾ ഗെയിൻ ആണെങ്കിൽ 20% 1/5. അപ്പോൾ 5 കോസ്റ്റ് പ്രൈസ് ഡിനോമിനേറ്ററിലുള്ളത് അല്ലേ. 1 പ്രോഫിറ്റ് ആണ്. സോ കോസ്റ്റ് പ്രൈസ് +1. അപ്പോൾ എത്രയായി? 6. ഇനി ലോസ് 20% ആണ്. ഫ്രാക്ഷൻ 1/5. 5 CP ഒന്ന് കുറയ്ക്കുക, 4 SP. ഇനി 6ഉം 4ഉം സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്തുകൊണ്ട്? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 20 കിട്ടും, ഇവിടെ 30 കിട്ടും. ടോട്ടൽ 50. ഇവിടെ 24, ഇവിടെയും 24, ടോട്ടൽ 48. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ലോസിൻ്റെ വാല്യൂ നോക്കുക എത്രയാണ്? 2 ആണ് നമുക്ക് വേണ്ടത്. സോ 48 ആണ്. 1000 ഈച്ചാണ്. 1000 × 2. 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 × 2 ഡിവൈഡഡ് ബൈ 24. ഈ 48 2 24 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹരിച്ചാൽ മതി കേട്ടോ. 2 ആയി. അപ്പോൾ എത്ര കിട്ടി? 1000/12. 1000/12 4 വെച്ച് കെട്ടിയാലോ? 250/3. അപ്പോൾ 83 1/3 റുപ്പീസാണ് ഇവിടെ എന്ത്? ലോസ്. 250/3 എന്ന് പറയുന്നത് 83 1/3 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ആദ്യത്തെ കേസ് നമ്മൾ പ്രോഫിറ്റിൻ്റെ എഴുതി 20%. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ആ 5 CP ആണ്. 1 പ്രോഫിറ്റ് ആയതുകൊണ്ട് CP +1 6 SP. ഇനി ലോസ് 20% ആണ്. ഫ്രാക്ഷൻ 1/5. CPയുടെ വാല്യൂ 5, ലോസ് 1. സോ CP മൈനസ് ലോസ് ആണ് SP 4 കിട്ടി. ഇവിടെ 6ഉം 4ഉം ആണ്. സെയിം ആക്കുക SP. അപ്പോൾ 6 × 4 4 × 6. ഇവിടെ അതുപോലെ ചെയ്യുക. 50ഉം 48ഉം ടോട്ടൽ കിട്ടും. ലോസ് ഇവിടെ 2 ആണ്. ഇനി തന്നിരിക്കുന്ന SP ആണ്. സോ SP ഇക്വേറ്റ് ചെയ്യുക. 48ൻ്റെ വാല്യൂ ആണ് 1000 × 2. കാരണം ഈച്ചിൻ്റെ വാല്യൂ ആണ് 1000. അപ്പോൾ 1000 × 2. നമുക്ക് വേണ്ടത് 2ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 24 കൊണ്ട് ഹരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു ടൈപ്പ് ഇങ്ങനെയും ചോദിക്കാം. അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് സെയിം ആയിട്ട് തന്നിട്ടുള്ളത്. കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ട് ചോദിക്കാം ചില കേസിൽ. ഓക്കെ, കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ട് തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഗെയിനോ ലോസോ ചോദിക്കും. ഓക്കെ, അപ്പോൾ മെത്തേഡിന് മാറ്റമില്ല. അപ്പോൾ ഇവിടെ ഏതാണോ സെയിം ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്
ആ വാല്യൂവിനെ സെയിം ആക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എസ് പി ആണ് ഇവിടെ സെയിം, അപ്പോൾ നമ്മൾ എസ് പി ഇവിടെ സെയിം ആക്കി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ മെർച്ചന്റ് സെൽസ് $2 ഓഫ് പ്രൈസ് റെസ്പെക്റ്റീവ്ലി ₹100 ആൻഡ് ₹150 with a profit of 30% on first and a loss of 30% on second. What is his net profit or loss? അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ എ മെർച്ചന്റ് സെൽസ് $2 ഓഫ് പ്രൈസ് റെസ്പെക്റ്റീവ്ലി ₹100 ആൻഡ് $150. അപ്പോൾ ഇതെന്താണ്? ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100 ആണ്. ഇനി പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 30% അപ്പോൾ എസ് പി എത്രയായിരിക്കും? 100ൻ്റെ 30%, അല്ലേ? 100ൻ്റെ 130%, 130. അപ്പോൾ എസ് പി 130. അല്ലെങ്കിൽ 100ന് 30% 30 പിന്നെ കോസ്റ്റ് പ്രൈസിനോട് ആഡ് ചെയ്യുക 130. ഇനി അപ്പോൾ ആദ്യത്തെ കേസിൽ എസ് പി 130. സെക്കൻഡ് കേസിൽ സി പി എത്രയാണ്? 150. സെക്കൻഡ് കേസിൽ സി പി 150. ലോസ് ആണ് തന്നിരിക്കുന്നത്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 30%. സോ എസ് പി എത്രയായിരിക്കും? 70%. അപ്പോൾ 150ൻ്റെ 70% കാണുക. ഓക്കെ, അപ്പോൾ എത്ര? 15 × 7 105. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോസ് 30%, സോ എസ് പി 70%. 100%ആണ് സി പി, അപ്പോൾ 150ൻ്റെ 70% എടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ സി പി എത്രയാണ്? ടോട്ടൽ സി പി എന്ന് പറയുന്നത് 100 + 150 250. ടോട്ടൽ എസ് പി എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എസ് പി ഇവിടെ ഒരു എസ് പി 130, മറ്റേത് 105. അപ്പോൾ എത്ര കിട്ടും? 235. ഓക്കെ, അപ്പോൾ ഇവിടെ സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണ്. അപ്പോൾ ഇവിടെ നെറ്റ് എന്താണ്? ലോസ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ലോസ് എന്തായി? സി പി മൈനസ് എസ് പി 250 മൈനസ് 235 എത്രയായി? 15. അപ്പോൾ ലോസ് 15 ആണ്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. 25 വെച്ച് കിട്ടിയാലോ? 25 10 250. 25 × 4 100. 5 വെച്ച് കിട്ടിയാൽ 5 × 2 10. 5 3 15. ഈ 2 കിട്ടിയാൽ അപ്പോൾ എത്രയായി? 6%. ഓക്കെ, അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6%. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോസിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം. ഓക്കെ, ബൈ.